രാഹുലിനെതിരെ പെൺകുട്ടി നൽകിയ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന മൂന്നാമത്തെ ഒരു ബലാത്സംഗ പരാതിയിൽ കൃത്യമായി വടകരയിലെ ഫ്ളാറ്റിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഈ ഒരു പെൺകുട്ടി. അപ്പോൾ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി. യഥാർത്ഥത്തിൽ ഈ പറയുന്ന വടകരയിലെ ഫ്ളാറ്റ് ആരുടേതായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇനി അത് ഷാഫി പറമ്പിലിന്റെ ഫ്ളാറ്റ് ആണോ, ഇനി ഷാഫി പറമ്പിലിന്റെ പേരുകൾ കൂടി ഇതിൽ ഈ ഒരു കേസിൽ ഉൾപ്പെട്ട് ഉയർന്നു വരാനുള്ള സാധ്യതകൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? തീർച്ചയായും വടകരയിലെ ഒരു ഫ്ലാറ്റ് എന്ന് പറയുന്ന സമയത്ത് സംശയം ഷാഫിയിലേക്ക് നിഴലിക്കും. കാരണം വടകര എന്ന് പറയുന്നത് ഷാഫിയുടെ തട്ടകമാണ്. വടകരയിലെ ഒരു ഫ്ലാറ്റിലേക്ക് യുവതിയെ ക്ഷണിക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും അത് ഷാഫിയുടെ ചെവിയിലേക്ക് എത്തും. കാരണം ആ യുവതി വിസമ്മതിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിസമ്മതിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. വീണ്ടും കണ്ടുമുട്ടുന്നത് ഈ പറയുന്ന 2024 നടന്ന ആ ഒരു പ്രശ്നത്തിന് ശേഷമാണ് ഈ പറയുന്ന രാഹുൽ വീണ്ടും യുവതിയെ ക്ഷണിക്കുന്നത്. നമുക്ക് വടകരയിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന രീതിയിൽ ഒന്ന് ആലോചിക്കണം. മറ്റു പൊതുസ്ഥലങ്ങളിലും ഒക്കെ വിസമ്മതിച്ച് തന്റെ പേരിൽ ഒരു മുറി പോലും എടുക്കാൻ വിസമ്മതിച്ച രാഹുലാണ് വടകരയിലെ ഒരു ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ നമുക്ക് സംശയിക്കേണ്ടത്. അത്ര രീതിയിൽ രാഹുലിന് സെക്യൂർ ആയിട്ടുള്ള ഏത് ഫ്ലാറ്റാണ് വടകരയിലുള്ളത്? അതും ഈ പറയുന്ന തരത്തിൽ ഈ പെൺകുട്ടിയുമായി അവിടെ പോയി കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി ആയിരിക്കും രാഹുലിന് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സംശയം ആണ് പൊതുവെ ഉണ്ടാവുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിലൊരു പവർ ഗ്രൂപ്പ് രാഹുലിന് അവിടെ സപ്പോർട്ടായിട്ട് അല്ല. അപ്പോ ഈ പറയുന്ന ഷാഫി പറമ്പിൽ ഇപ്പോൾ ഒരു സമയത്ത് നമ്മൾ കണ്ടിരുന്നു, ഇത്രയും വലിയ പരാതികൾ വന്നപ്പോൾ പോലും രാഹുലിനെ തള്ളിപ്പറയാൻ ഷാഫി തയ്യാറായിരുന്നില്ല. ഇപ്പോഴും ഇത്രയും വലിയ ഒരു കേസുകൾ മുൻപോട്ട് വന്നിട്ടും ഇത്രയും വലിയ തെളിവുകൾ മുൻപോട്ട് വന്നിട്ടും തനിക്ക് തെറ്റ് പറ്റിയെന്നോ അല്ലെങ്കിൽ രാഹുൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് പോലും പറയാൻ ഷാഫി പറമ്പിൽ ഇതുവരെ തയ്യാറായിട്ടില്ലാത്ത പക്ഷം ഈ പറയുന്ന കേസുകളിലെല്ലാം തന്നെയും ഷാഫിയുടെ അറിവോടുകൂടി തന്നെയാണ് നടന്നിരുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അല്ല, അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. കാരണം ഇയാളൊക്കെ ചെയ്തിട്ടുള്ള ചാറ്റുകളൊക്കെ ഷാഫിയോട് പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാഫി ഇപ്പൊ പറയൂ, താൻ പോയി അങ്ങനെ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നും സുഖം കിട്ടാത്ത സ്ത്രീകളൊക്കെ നിങ്ങൾ പോയി സുഖം കൊടുക്കുന്നെന്നും ഷാഫി എന്തായാലും രാഹുലിനോട് പോയി പറയില്ല. ഇത് അയാളുടെ ഒരു പ്രത്യേക സ്വഭാവ വൈകൃതമാണ്. പക്ഷെ അതിന് വിളക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ഈ പറയുന്ന ക്രൈമുകളെ അറിഞ്ഞിട്ട് അറിയാത്ത പോലെ നടിച്ചിട്ടുണ്ടോ? ഇത് ഇപ്പോ നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിനകത്ത് ഇപ്പോൾ സജീവമായി നിൽക്കുന്ന പല നേതാക്കന്മാരോടും ഒപ്പം അത്രത്തോളം ചേർന്ന് നിൽക്കുന്ന, അത്രത്തോളം സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, അത്രത്തോളം സൗഹൃദ ബന്ധം സ്ഥാപിച്ചിരുന്ന ഒരാളായിരുന്നു. ഈ ഒരു പെൺകുട്ടികളുമായി പരാതി വന്ന സമയത്ത് പോലും VD സതീശനെ പോലും തെറ്റുകാരനാക്കിക്കൊണ്ട്, കാരണം ഇടവും വലവും ഷാഫിയും രാഹുലുമായിരുന്ന സാഹചര്യത്തിൽ പോലും രാഹുലിന്റെ ഈ ഒരു സ്വഭാവ വൈകൃതം തീർച്ചയായിട്ടും VD സതീശന് ചെറിയ രീതിയിലെങ്കിലും അറിവുണ്ടായിരിക്കുമല്ലോ, അന്നേ തിരുത്താമായിരുന്നില്ല എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഷാഫി പറമ്പിലിന് ഇതറിയാമായിരുന്നു അല്ലെങ്കിൽ ഷാഫിക്ക് ഇതിനെ തിരുത്താമായിരുന്നില്ല എന്ന് ചോദിക്കുന്നില്ല, നമുക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല എന്ന് ഒരിക്കലും സാധിക്കില്ല. കാരണം ഈ പറയുന്ന വർഷങ്ങളായിട്ട് രാഹുലിന്റെ സ്വഭാവ വൈകൃതങ്ങൾ അറിയാവുന്ന ആൾക്കാരാണ് കോൺഗ്രസിലുള്ളവർ. ഇപ്പൊ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് തന്നെ രാഹുലിനുള്ള ഒരു ഭിന്നതകളൊക്കെ ആണെങ്കിലും അതിന്റെയൊക്കെ അടിത്തറകൾ തീർച്ചയായും ഈ നേതാക്കന്മാർക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ പാലക്കാട്ടേക്ക് രാഹുലിനെ എത്തിക്കാൻ ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരാള് ഷാഫി പറമ്പിൽ തന്നെയാണ്. തന്റെ തട്ടകമായിട്ടുള്ള പാലക്കാടാണ് രാഹുലിന് വിട്ടുകൊടുത്തത്. ജയിപ്പിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വവും ഷാഫി ഏറ്റെടുത്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, വീണ്ടും ആ ഒരു നിയമസഭയിലേക്കുള്ള ഒരു പ്രവേശനം അത്ര എളുപ്പമാക്കി കൊടുത്തതും ഈ പറയുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇയാൾക്ക് ഈ പറയുന്ന കോൺഫിഡൻസ് ഇവരിൽ നിന്ന് കിട്ടുമ്പോൾ ഇയാൾ ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രൈമിന് കൂട്ടു നിൽക്കുന്ന ആൾക്കാരും കുറ്റവാളികളാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിയമത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നിയമത്തിൽ ഇവരെ കൊണ്ടുവന്ന നിയമത്തിൽ എന്തെങ്കിലും ശിക്ഷ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രയാസമുള്ള കാര്യമാണ്. കാരണം രാഹുൽ ചെയ്ത തെറ്റ് തന്നെ നിയമത്തിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നിയമത്തിന്റെ പഴുതുകളുടെ അയാൾ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോഴാണ് ഇയാൾ ഈ ക്രൈം ഒക്കെ ചെയ്തതെന്ന് അറിഞ്ഞ ആൾക്കാരെ മൗനമായി സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അതിന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും വലിയ കേസുകൾ വന്നിട്ട് രാഹുൽ പുല്ലുപോലെ അല്ലെങ്കിൽ പുഷ്പം പോലെ കോടതിയിൽ നിന്ന് ഊരി വന്നപ്പോൾ രാഹുലിന് വേണ്ടി സംസാരിച്ച രാഹുൽ ഈശ്വർ ജയിലിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഇവർ ആരും ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ചർച്ചകളിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ ഷാഫി പറമ്പിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എപ്പോഴൊക്കെ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെയും പൂർണ്ണമായും രാഹുലിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാത്ത രീതിയിൽ, എന്നാൽ പ്രത്യക്ഷത്തിൽ ഇദ്ദേഹം
ഇപ്പോൾ നമുക്ക് തോന്നും അനുകൂലിക്കുകയാണ് എന്നുള്ളത്. പക്ഷേ ഒരു സമയത്ത് നമ്മൾ അത് ഒന്നുകൂടെ പരിശോധിച്ചാൽ, റീചെക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അത് പ്രതികൂലിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ എവിടെയും തൊടാതെ തന്റെ നിലനിൽപ്പ് നോക്കിക്കൊണ്ട് മാത്രമാണ് ഷാഫി ഓരോ വാക്കും പറഞ്ഞിട്ടുള്ളത്. ഇവരൊക്കെ തമ്മിൽ ഒരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വറിന് ഏത് രീതിയിലും അയാളുടെ ഭാഗം ഡിഫെൻഡ് ചെയ്യണമെന്നുള്ളത് മാത്രമാണ്. ആ ഒരു ഒറ്റ ബുദ്ധിയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതെ, സ്വന്തം കാര്യം നോക്കാതെ ബുദ്ധിക്കകത്തി അയാൾ വാദിക്കുന്ന രീതിയിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളെ സ്ലട്ട് ഷെയ്മിങ് ആണ് ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാക്കാതാണ് അയാൾ ഈ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള ഈ പറയുന്ന ഷാഫി പറമ്പിൽ എന്നൊക്കെ പറയുന്ന ഒരു പൊളിറ്റീഷ്യനാണ്. അപ്പോൾ അയാൾ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗമോ ആൾക്കാരുണ്ട്, അതിനകത്ത് സ്ത്രീകളുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്. അപ്പൊ അയാൾക്ക് ഇതേപോലെ ഒന്ന് സ്ലട്ട് ഷെയിം ചെയ്യാൻ പറ്റത്തില്ല. അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ രാഹുൽ ചെയ്തിട്ടുള്ള പീഡന ഈ പറയുന്ന വൈകൃതങ്ങളൊക്കെ ശരിയാണെന്ന് ഇയാൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അതിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതിയിൽ കോടതി മുഖേനയുള്ള ഒരു കേസല്ലേ, അപ്പൊ അതിനകത്ത് നമ്മൾ അധികം സംസാരിക്കുന്നത് ശരിയല്ല, നിയമത്തിൽ വിട്ടുകൊടുത്തിരിക്കുന്നു. ഇതൊക്കെയാണ് ഏറ്റവും സേഫ് ആയിട്ട് പ്രതികരിക്കാൻ പറ്റുന്ന രീതികൾ. ഏറ്റവും കൂടുതൽ നേതാക്കന്മാർ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പ്രതികരിക്കുന്നതും ഇത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട്, ചിലരൊക്കെ രാഹുലിനെ പരസ്യമായി തള്ളി പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ രീതിയിലും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഏറ്റവും പ്രിയപ്പെട്ട ഒരാളല്ലേ, ഒരു പ്രശ്നം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് അപൂർവമായി സംഭവിച്ച ഒരു കേസൊന്നുമല്ല, ഒരു പരമ്പരയായിട്ടുണ്ടായ പീഡന രീതിയാണ്. ഇതൊക്കെ ഒരേ സമയത്ത് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരേ കാലഘട്ടത്തിൽ, ഈ തിരഞ്ഞെടുപ്പുകളുടെ കാലഘട്ടത്തിൽ അത്രത്തോളം തിരക്കിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തിരക്കുകൾക്കിടയിലൂടെ എല്ലാ പെൺകുട്ടികൾക്കും ഒരേ സമയം അവൈലബിൾ ആയി പങ്കെടുക്കാൻ പോകുന്ന പരിപാടിക്ക് മുമ്പ് പോയി ഇതേ രീതിയിൽ വൈൽഡ് സെക്സ് ചെയ്യുന്നു. എനിക്ക് സമയമില്ല, എനിക്ക് വൈകുന്നേരം 3 മണിക്ക് ഇവിടെ നിന്ന് തിരിച്ച് പുറപ്പെടേണ്ടതാണ്. 3 മണിക്ക് എനിക്ക് അതിനുശേഷം കേസിൽ പരിപാടിയിൽ പങ്കെടുക്കണം. അതുകൊണ്ട് രാവിലെ 11-11:30 കൂടി കാണുകയും ആ സമയം മുതൽ എത്രയും പെട്ടെന്ന് തന്റെ ഒരു കാമഭ്രാന്തിന് ശമനം നൽകണം എന്നുള്ള ആ ഒരു മനസ്സോടു കൂടിയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. ചിലപ്പോൾ വസ്ത്രമൊക്കെ മാറിയിട്ടായിരിക്കും പോയത്, അല്ലെങ്കിൽ പരിശോധിക്കാൻ വരുന്നു ബ്ലാക്ക് ഷർട്ടും മുണ്ട് തന്നെയാണോ ധരിച്ചത് എന്നുള്ളത്. കാരണം KCയുടെ ഒക്കെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിഷ്വൽസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കണം, കറക്റ്റ് തിരുവല്ലയിൽ നിന്ന് ഇയാൾ 3 മണിയാകുമ്പോൾ ഇറങ്ങി വൈകുന്നേരം പരിപാടിക്ക് പോകാൻ ഇയാൾക്ക് എന്തായാലും സമയം അധികം കിട്ടില്ല പോയി ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത്. ഇനി അത്ര വലിയ കൗശലക്കാരനാണെങ്കിൽ ചിലപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് വിഷ്വൽസ് എടുത്ത് പരിശോധിക്കാമായിരുന്നു. KCയുടെ പരിപാടിയിൽ ഇതേ വസ്ത്രം തന്നെയാണോ ധരിച്ചത്, അല്ലെങ്കിൽ ഇതേ ബാഗ് തന്നെയാണോ ധരിച്ചത്, ഇങ്ങനെ അല്ലെങ്കിൽ ഈ വാച്ച് തന്നെയാണോ ധരിച്ചത്, ഇതൊക്കെ നമുക്ക് പരിശോധിക്കാമായിരുന്നു. ബ്ലൂ കളർ വാച്ച്, ഫോസിൽ വാച്ച് ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ ഇതിനകത്തില് ആ എഫ്ഐആറിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന കാര്യമാണ് വടകരയിലെ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. അത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ ഫെനി നയനാൻ അല്ലാതെ ആരെങ്കിലും ഒക്കെ കുടുങ്ങുമായിരിക്കാം. ആരുടേതാണ് ആ ഫ്ലാറ്റ്? രാഹുലിന് വാങ്ങിയ ഫ്ലാറ്റ് ആണോ, അല്ലെങ്കിൽ ആരുടെ ഉടമസ്ഥതയിലുള്ള ഫ്ലാറ്റിലേക്കാണ് രാഹുൽ ആ യുവതിയെ ക്ഷണിച്ചിട്ടുള്ളത്? അതേപോലെ തന്നെ ഇതിനു മുൻപ് ബാക്കി ഏതെങ്കിലുമൊക്കെ കേസുകളിൽ ഏതെങ്കിലുമൊക്കെ വിക്ടിംസിനെ ഇതേപോലെ ഈ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? വടകര എന്ന് പറയുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമാണ്. അതേപോലെ ഷാഫി അറിയുന്ന സ്ഥലമാണ്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറിയുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിലേക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ കാണാതിരിക്കില്ല. അതിപ്പോ പാലക്കാടാണെങ്കിലും ഈ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയുന്ന ഒരിടമാണ്. രാഹുലിനെ ആരും ചോദ്യം ചെയ്യാൻ മുതിരാത്ത ഒരു ഇടമാണ് പാലക്കാട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന പാലക്കാട് പോലെ ഒരിടത്ത് ഈ പെൺകുട്ടിയെ താമസിപ്പിക്കുകയും അതിനുശേഷം അപ്പോഴും ഒരുമിച്ച് ചെല്ലുന്നില്ല എന്നുള്ളതാണ്. ഞാൻ വരാൻ വൈകും, നീ അതുകൊണ്ട് ആദ്യം നീ ആ റൂമിൽ പോയിരുന്നോളൂ. അപ്പൊ സംശയം ആർക്കും ജനിപ്പിക്കുന്നില്ല. ഇപ്പോൾ വടകരയിലാണെങ്കിലും ഇതേ കാര്യം തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇതേ വിഷയം തന്നെയല്ലേ, ഇതേ കാര്യം തന്നെ റീക്രിയേറ്റ് ചെയ്യും. അവിടെ ചെന്നിട്ട് നീ ഇന്ന ഇടത്തെ ഇന്ന ഫ്ലാറ്റിലെ ഇന്ന നമ്പർ റൂമിൽ കയറി ഇരുന്നോളൂ, ഞാൻ ഇത്ര സമയമാകുമ്പോഴത്തേക്ക് എത്തിക്കോളാം എന്ന് പറയും. ആരും ശ്രദ്ധിക്കില്ല. ഇപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കയറി ചെല്ലുമ്പോൾ സ്വാഭാവികമായും അറിയുന്നവരാണെങ്കിൽ എന്തെങ്കിലും മീറ്റിങ്ങിനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഈ പറയുന്ന രാഹുൽ വരുമ്പോൾ ബഹുമാന സൂചകാർത്ഥം എഴുന്നേറ്റ് നിൽക്കുകയും ഈ പറയുന്ന രാഹുലിനെ കയറ്റി വിടുകയും ചെയ്യും. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നേരത്തെ ആദ്യം ചോദിച്ചതുപോലെ ഈ ഫ്ലാറ്റിന് പിന്നിലെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ ഫ്ലാറ്റിന് പിന്നിലെ മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചു പോകുമ്പോഴാണ് ഇനി ആരൊക്കെ ഈ ഒരു രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ രാഹുലിന്റെ പിന്നിൽ രാഹുലിനെ പൂർണ്ണമായി പിന്തുണയോടുകൂടി ഫെനി നൈനാനോടൊപ്പം തന്നെ നിന്നിരുന്നത് എന്നുള്ളത് അറിയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ 3 പെൺകുട്ടികളുടെ അടുത്ത് നിന്നും ഫെനി നൈനാന്റെ പേര് കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പുള്ളിക്ക് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എങ്ങനെയെങ്കിലുമൊക്കെ നല്ല ഹോൾഡുള്ള ആളാണ്. വടകരയിലെ ഒരു ഫ്ലാറ്റിലേക്ക് തന്നെ ക്ഷണിച്ചത് തനിക്ക് മാത്രം പോരാ, ഷാഫിയുടെ ബിടലേക്കും കൂടി ഇരിക്കട്ടെ എന്നുള്ള രീതിയിലായിരിക്കും. കാരണം വടകര എന്ന് പറയുമ്പോൾ തന്നെ ഷാഫി, അല്ലെങ്കിൽ ഷാഫി ഓളം, ഷാഫിയെ പറ്റി എന്തായാലും എല്ലാവരും ചർച്ച ചെയ്യും. അപ്പോൾ കൃത്യമായി പെൺകുട്ടിയോട് വടകരയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
തനിക്ക് മാത്രമല്ലല്ലോ ആ ഒരു പങ്കിലേക്ക് പോകുന്നത് എന്ന രീതിയിലായിരിക്കാം ഷെയർ ചെയ്യാനായിട്ട് ഒരാൾ അത്ര വിശ്വാസതയുള്ള ഒരു ഫ്ലാറ്റ് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. ഫ്ലാറ്റിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. അത് അന്വേഷിച്ചു പോകുമ്പോഴാണ് ഹർഷ പറഞ്ഞ പോലെ ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ, ഇതിനു മുൻപ് ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളെ രാഹുൽ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.